നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം. പ്രതികളുടെ വീടുകളിലും ഓഫീസിലും ഇഡി പരിശോധന ആരംഭിച്ചതോടെ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും രംഗത്തെത്തി. മുഖ്യപ്രതികളായ അനന്തു കൃഷ്ണൻ, ആനന്ദകുമാർ, ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയ സംഘം രേഖകൾ പിടിച്ചെടുത്തു. രാവിലെ 7 മണിയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചത്. ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിയ ഇഡി സംഘം ലാലി വിൻസെന്റിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയത്. ഇതേ സമയത്ത് തന്നെ ആനന്ദകുമാറിന്റെ സായി കേന്ദ്രത്തിലും വീട്ടിലും പരിശോധന നടത്തി. തോന്നിക്കലിലെ സായി ഗ്രാമത്തിലും ശാസ്തമംഗലത്തെ വീട്ടിലും ഓഫീസിലും പരിശോധന നടത്തി. അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കുളപ്രയിലെ വീട്ടിലായിരുന്നു പരിശോധന. ഇതിനിടെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ തുടരുന്ന അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യുകയാണ്. ഇതിനുശേഷം തട്ടിപ്പ് നടന്ന വിവിധ മേഖലകളിൽ എത്തിച്ച് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. നാളെ വൈകിട്ട് അനന്തുവിനെ തിരികെ കോടതിയിൽ ഹാജരാക്കും. പാതിവില തട്ടിപ്പിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഒരാഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണം. ഭരണഘടനാ പദവിയിലിരുന്ന ഒരാൾക്കെതിരെയാണ് കേസെടുത്തത്. ഇത് പൊതുസമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യതയെ ബാധിക്കുമെന്നും കോടതി. മനസ്സർപ്പിച്ചാണോ കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചു. കേസെടുക്കുന്നതെല്ലാം മനസ്സർപ്പിച്ച് തന്നെയാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകരാണ് ഹർജി നൽകിയത്. കേസെടുത്തത് പോലീസിന്റെ അധികാര ദുർവിനിയോഗമാണ്. സാമ്പത്തിക തട്ടിപ്പുമായി CM രാമചന്ദ്രൻ നായരെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകളില്ല. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പ്രാഥമികാന്വേഷണം നടത്തിയിട്ടില്ലെന്നും ഇക്കാരണത്താൽ കേസ് റദ്ദാക്കണമെന്നുമായിരുന്നു ആവശ്യം. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ 7 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസിനെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തുവെന്നായിരുന്നു പരാതി. സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്തൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർക്കെതിരെയാണ് പരാതി. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് ബിൻസ് പറഞ്ഞു. SFI യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി മുള കൊണ്ട് തലയിലടിച്ചു, ബെൽറ്റ് കൊണ്ടും അടിച്ചു. ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും ചെകിട്ടത്തും അടിച്ചു. തറയിൽ വീണ തന്നെ വീണ്ടും മർദ്ദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ ശേഷം കുപ്പിവെള്ളം നൽകിയതായും ബിൻസ് പറയുന്നു. പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസെടുക്കുമെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഇന്നൊരാണ്ട്. സഹപാഠികളുടെ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയനായാണ് കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ SFI പ്രവർത്തകരായ 17 വിദ്യാർത്ഥികളെ ആന്റി റാഗിംഗ് കമ്മിറ്റി 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. റാഗിങ്ങിനെതിരെ നടപടിയെടുക്കാത്ത വൈസ് ചാൻസലർ അടക്കമുള്ളവർക്കെതിരെയും നടപടിയുണ്ടായി. എല്ലാ റാഗിംഗ് കേസുകളിലും SFI ഒരു വശത്തുണ്ടെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. റാഗിങ്ങിനെതിരെ ശക്തമായ പ്രചരണ പരിപാടികളുമായി രംഗത്തിറങ്ങും. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുമായി അക്കാര്യം ചർച്ച ചെയ്തുവെന്നും അലോഷ്യസ് സേവ്യർ. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. പരിശീലനം കഴിഞ്ഞ് മടങ്ങവേ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കുട്ടിയുടെ ചെവി തകർന്നു. സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാൻ വൈകിയെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. 2 ആഴ്ച മുമ്പ് നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ആണ് പുറത്തു വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 9ാം ദിവസത്തിൽ. മറ്റന്നാൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആശാ വർക്കർമാർ പങ്കെടുക്കുന്ന മഹാസംഗമം സംഘടിപ്പിക്കാനാണ് തീരുമാനം. എന്നിട്ടും അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പും സർക്കാർ നൽകുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ചെലവ് പുനഃപരിശോധിക്കാൻ നിർദ്ദേശം. കെട്ടിടങ്ങൾക്ക് ചെലവാകുന്ന തുക പുനഃപരിശോധിക്കാൻ ഹിഫ്കോണിനോട് ആവശ്യപ്പെടും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. നിർമ്മാണ ചെലവ് കൂടിയെന്ന വിമർശനത്തിന്റെ സാഹചര്യത്തിലാണ് തീരുമാനം. വയനാട് പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ പദ്ധതികൾ ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം നടപ്പിലാക്കും. മുണ്ടക്കൈ ദുരന്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര വായ്പയിൽ പദ്ധതികളുടെ DPR ഇന്ന് വിവിധ വകുപ്പുകൾ സർക്കാരിന് കൈമാറും. കൈമാറുന്ന പദ്ധതികൾക്ക് നാളെ തന്നെ ഭരണാനുമതി നൽകിയേക്കും. പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ ധാരണയായി.
ഗുണഭോക്തൃ പട്ടികയുടെ രണ്ടാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും. നോ ഗോ സോണിലെ താമസക്കാരാണ് രണ്ടാം ഘട്ട പദ്ധതിയിൽ ഉണ്ടാവുക. ലേഖന വിവാദത്തിൽ ശശി തരൂരിനെതിരെ പരസ്യ ഏറ്റുമുട്ടലിനിറങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴരുതെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം തരൂരിനെ ഒറ്റതിരിഞ്ഞ് സംഘടിതമായി ആക്രമിക്കുകയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം. ശശി തരൂർ വിവാദത്തിലെ ചർച്ച കേരളീയരും കേരള വിരുദ്ധരുമെന്ന നിലയിലേക്ക് മാറിയെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. സഭയിലെ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷമാകരുതെന്നും പി രാജീവ് പറഞ്ഞു. കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും മന്ത്രി പി രാജീവ്. സ്പെഷ്യൽ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം മാറ്റിയെന്ന അറിയിപ്പ് ആണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 18 പേർ മരിക്കാനിടയായ തിക്കിനും തിരക്കിനും കാരണമെന്ന് RPFന്റെ റിപ്പോർട്ട്. അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ലെന്ന് റെയിൽവേയുടെ അവകാശവാദം തള്ളുന്നതാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും 2 അംഗ സമിതി റെയിൽവേക്ക് റിപ്പോർട്ട് നൽകുക. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ അപകടത്തെ തുടർന്ന് ആൾക്കൂട്ട നിയന്ത്രണ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ റെയിൽവേ മന്ത്രാലയം. 18 പേരുടെ ജീവനെടുത്ത അപകടം ഉണ്ടായി 48 മണിക്കൂറിന് ശേഷമാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ നടപടി. നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള സംവിധാനമാണ് ഒരുക്കുക. ഹോൾഡിംഗ് ഏരിയകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. തിരക്കേറിയ 60 സ്റ്റേഷനുകൾ ഹൈ ട്രാഫിക് സ്റ്റേഷനുകളായി അടയാളപ്പെടുത്തും. തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ മാതാവ് ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്ത് വരുന്നു. ഇന്നലെയാണ് ശ്രീധുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കൊച്ചി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥന് ജാതി അധിക്ഷേപവും തൊഴിൽ പീഡനവും നേരിട്ട സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി എല്ലാ ഇന്ത്യൻ ഓവർസീസ് ബ്രാഞ്ചുകളിലും പ്രതിഷേധിക്കുകയാണ്. ജോലിക്കിടെ മേലുദ്യോഗസ്ഥൻ തനിക്ക് ചായയും മരുന്നും വാങ്ങിക്കൊണ്ടുവരാൻ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടെന്നും ക്രൂരമായി മർദ്ദിച്ചു എന്നുമായിരുന്നു പരാതി. മൂന്നാറിൽ പരാക്രമം തുടർന്ന് കാട്ടുകൊമ്പൻ പടയപ്പ. ദേശീയപാതയിൽ ദേവികുളം ടോൾ പ്ലാസയിലും കാട്ടാനയെത്തി. കഴിഞ്ഞ രാത്രി ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷിനാശവും വരുത്തി. മതപ്പാടിലുള്ള പടയപ്പ ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞടുക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു. പലരും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പടയപ്പയെ വനം വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ആന പരാക്രമം തുടരുകയാണ്. തൃശൂർ അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പന് ചികിത്സ നൽകാനുള്ള ദൗത്യം ഇന്ന് ആരംഭിക്കും. ഇതിന് മുന്നോടിയായി വയനാട്ടിൽ നിന്നും 3 കുങ്കി ആനകളെ അതിരപ്പള്ളിയിൽ എത്തിച്ചു. കോടനാട്ടെ അഭയാരണ്യത്തിൽ മുറിവേറ്റ കൊമ്പനെ ചികിത്സ നൽകി പാർപ്പിക്കുന്നതിനുള്ള കൂട് നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലാണ് ദൗത്യം. ആനകളുടെ അടുത്തേക്ക് ആളുകൾ എത്തുന്നത് തടയാൻ വെറ്റിലപ്പാറ കാലടി പ്ലാന്റേഷൻ റോഡ് അടച്ചു. സിനിമാ തർക്കത്തിൽ അടിയന്തര ജനറൽ ബോഡി യോഗം വിളിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കത്തയച്ച് സാൻഡ്ര തോമസ്. നിലവിൽ നടക്കുന്ന കാര്യങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ആശയക്കുഴപ്പങ്ങളുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ പത്രസമ്മേളനം കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും ജയൻ ചേർത്തലയുടെ പ്രസ്താവന സംഘടനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നും സാൻഡ്ര തോമസ്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ജനറൽ ബോഡി യോഗം ചേരണമെന്ന് സാൻഡ്ര കത്തിൽ പറഞ്ഞു. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന് കുടുംബം. മൃതദേഹത്തിൽ നിന്നും കിട്ടിയത് സ്വർണ്ണ വളകൾ മാത്രം. ലീല ധരിച്ചിരുന്ന സ്വർണ്ണമാലയും കമ്മലുകളും കാണാനില്ല. 4 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കാണാതായതായി സഹോദരൻ ശിവദാസൻ പറയുന്നു. കുടുംബം കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകി. ഓൺലൈൻ വ്യാപാര തട്ടിപ്പ് സംഘത്തിലെ 2 പേർ പിടിയിൽ. കൊല്ലം റൂറൽ സൈബർ ക്രൈം പോലീസ് കാസർഗോഡ് നിന്നാണ് പ്രതികളെ പിടിച്ചത്. കാസർഗോഡ് സ്വദേശികളായ അജീബ് ഷുഹൈബാണ് പിടിയിലായത്. കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ മദ്യവിൽപ്പനശാലകൾ തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നു. തീരുമാനത്തിൽ നിന്ന് ബെവ്കോ പിൻവാങ്ങണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന തുടങ്ങുന്നതിനെതിരെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും പ്രതിഷേധമുയർത്തി. തൃശൂർ ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചത്. റിജോ ആന്റണിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ചാലക്കുടി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതിക്കായി പോലീസ് 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയിരുന്നത്.
BJP സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ നിലപാടാണ് ഇനി നിർണായകം. പാർലമെന്ററി ബോർഡ് യോഗത്തിൽ മോദിയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും പുതിയ പ്രസിഡന്റിന്റെ തീരുമാനം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ കെ സുരേന്ദ്രൻ തുടരണമെന്നും പുതിയ അധ്യക്ഷൻ വേണമെന്നുമുള്ള രണ്ട് വാദങ്ങളും സംസ്ഥാന പാർട്ടിയിൽ ശക്തമാണ്. ഡൽഹി മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിച്ചേക്കും. നാളെ നടക്കുന്ന BJP നിയമസഭാ കക്ഷിയോഗത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാണ് ധാരണ. വ്യാഴാഴ്ച 4:30 സത്യപ്രതിജ്ഞ നടത്തുമെന്നാണ് സൂചന. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം കഴിഞ്ഞാലുടൻ പ്രഖ്യാപനം വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപനം പിന്നെയും വൈകുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയുടെ പേരിനാണ് മുൻതൂക്കം. ജാട്ട് പഞ്ചാബി പരിഗണന മുതൽ വനിതാ പരിഗണന വരെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് അന്തിമ രൂപം നൽകും. വ്യാഴാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകും. നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് തള്ളിയാണ് നിയമനം. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇന്ന് സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് നിയമനം. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ജ്ഞാനേഷ് കുമാർ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചിലർ ബലിയാടാക്കുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. യാത്രയയപ്പ് യോഗത്തിലാണ് രാജീവ് കുമാറിന്റെ പ്രസ്താവന. ഗൂഢോദ്ദേശത്തോടെ ചിലർ കമ്മീഷനെതിരെ കള്ളപ്രചാരണം നടത്തുന്നുവെന്നും തോൽക്കുന്നവർ ഇത് അംഗീകരിക്കാതെ കമ്മീഷനെ കുറ്റം പറയുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും രാജീവ് കുമാർ പറഞ്ഞു. മക്കളെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എയ്ഡഡ് ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരെ കണ്ടെത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടി ആരംഭിച്ചു. ഇത്തരത്തിൽ കുട്ടികളെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അയക്കാത്ത 120 അധ്യാപകരുടെ പട്ടിക വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി. ബാക്കിയുള്ള അധ്യാപകരുടെ പട്ടിക ഉടൻ തയ്യാറാക്കും. തോമസ് കെ തോമസ് NCP അധ്യക്ഷനായേക്കും. ഇതിന് ശരത് പവാർ തത്വത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു. AK ശശീന്ദ്രൻ തോമസിനെ പിന്തുണച്ചപ്പോൾ PC ചാക്കോയും എതിർത്തില്ല. എന്നാൽ തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നേതൃത്വം വഴിയാകട്ടെ എന്നും ശരത് പവാർ പ്രതികരിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും LDF ഭരണത്തിൽ 8 വർഷം കൊണ്ട് 6200 വർദ്ധിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ്. 5800 കോടിയുടെ നിക്ഷേപം ഉണ്ടായെന്നും 2026ഓടെ 15000 സ്റ്റാർട്ടപ്പുകളാണ് ലക്ഷ്യമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. വ്യാവസായിക മേഖലയിൽ കേരളം കുതിച്ചുചാട്ടത്തിലാണെന്നും എന്നാൽ പ്രതിപക്ഷം സംസ്ഥാനത്തിന്റെ ശത്രുക്കളെ പോലെ പെരുമാറുന്നുവെന്നും മന്ത്രി P രാജീവ്. 22,125 കോടിയുടെ നിക്ഷേപം സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടെന്നും 3,44,848 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുവെന്നും 7,31,264 പേർക്ക് തൊഴിൽ നൽകിയെന്നും ഈ വസ്തുത ആർക്കു വേണമെങ്കിലും വ്യവസായ വകുപ്പ് വെബ്സൈറ്റിൽ പരിശോധിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷം വികസനം മുടക്കികളെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. അപവാദം പ്രചരിപ്പിച്ചാൽ നാടിന് ഗുണമുള്ള കാര്യത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് പറഞ്ഞ മന്ത്രി മദ്യക്കമ്പനി അനുമതിയിൽ പ്രതിപക്ഷത്തെ സംവാദത്തിന് വെല്ലുവിളിച്ചു. മദ്യക്കമ്പനി വരുമ്പോൾ നിരവധി പേർക്ക് ജോലി ലഭിക്കുമെന്നും എലപ്പുള്ളിയിൽ CPMന്റെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ പ്രസംഗിക്കാനെത്തിയ മന്ത്രി പറഞ്ഞു. മന്ത്രി MB രാജേഷ് മദ്യക്കമ്പനിയുടെ വക്താവായി മാറിയതായി BJP നേതാവ് C കൃഷ്ണകുമാർ. ഒയാസിസ് കമ്പനി പറയാത്ത കാര്യങ്ങളാണ് മന്ത്രി പറയുന്നത്. VS അച്യുതാനന്ദന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ രാജേഷിനെ ചാട്ടവാറുകൊണ്ട് അടിക്കുമായിരുന്നു. അഹല്യ ക്യാമ്പസിൽ പോയ മന്ത്രി എലപ്പുള്ളിയിലെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണമെന്നും C കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പരിഹാസം. പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ B ടീമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുണ്ടക്കൈ ചൂരൽമല പുനർനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ നിക്ഷേപ മൂലധന വായ്പ അനുവദിച്ചതെന്നും എന്നാൽ അത് കേന്ദ്ര അവഗണനയാണെന്നും പറഞ്ഞ് LDFനൊപ്പം യോജിച്ച സമരം നടത്തുമെന്നാണ് PD സതീശനും K സുധാകരനും പറയുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പെരുന്നാട് CITU പ്രവർത്തകൻ ജിതിന്റെ രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പ്രതിയായ നിഖിലേഷിന്റെ അമ്മ മിനി.
പ്രതികളിൽ ഒരാളായ നിഖിലേഷ് CITU പ്രവർത്തകനാണെന്നും ടിപ്പർ ലോറി ഉടമയായ മകൻ ബിസിനസ് ആവശ്യത്തിനാണ് CITUവിൽ ചേർന്നതെന്നും കൊല്ലപ്പെട്ട ജിതിൻ മുൻപ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണെന്നും കൊലപാതകത്തിന് രാഷ്ട്രീയ ബന്ധമില്ലെന്നും മിനി പറഞ്ഞു. ജിതിന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമെന്ന് ആവർത്തിച്ച CPM. പ്രതികളെല്ലാം കൊടും ക്രിമിനലുകളാണ്. BJP RSS പ്രവർത്തകരാണ് ഉത്തരവാദികളെന്നും ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പത്തനംതിട്ട പെരുന്നാട്ടിലെ CITU പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിന് പിന്നിൽ RSS എന്ന ആരോപണം തള്ളി BJP. കൊന്നതും കൊല്ലിച്ചതും CPM തന്നെ. പ്രതികളെല്ലാം CPMുകാർ. CPMിലെ വിഭാഗീയതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ജില്ലാ അധ്യക്ഷൻ VA സൂരജ്. അന്താരാഷ്ട്ര വാർത്തകളും. കാനഡയിലെ ടൊറന്റോ പിയേഴ്സൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിംഗിനിടെ തലകീഴായി മറിഞ്ഞു. 18 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഒരു കുട്ടിയടക്കം 3 പേരുടെ നില ഗുരുതരമാണ്. മോശം കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും അപകടത്തിന് കാരണമെന്ന് വിലയിരുത്തൽ. തെക്കൻ ലെബനനിലെ ഡ്രോൺ ആക്രമണത്തിൽ ലെബനനിലെ ഹമാസ് തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. സ്ഫോടനത്തിൽ കത്തുന്ന കാറിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു. സിദനിലെ സൈനിക ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചാണ് ഷഹീന് നേരെ ആക്രമണമുണ്ടായത്. ശ്വാസനാളത്തിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് വത്തിക്കാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പൂർണ്ണ വിശ്രമത്തിലായതിനാൽ മാർപ്പാപ്പയുടെ മുൻ നിശ്ചയിച്ചിരുന്ന പരിപാടികളെല്ലാം റദ്ദാക്കി. അമേരിക്കയിലെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ 9 പേർ മരിച്ചു. 8 പേർ കെൻറ്റക്കിലും ഒരാൾ ജോർജിയയിലുമാണ് മരിച്ചത്. കനത്ത മഴയിൽ ഒട്ടേറെ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഗൂഗിളിന് 38 ലക്ഷം റൂബിൾ പിഴ വിധിച്ച് റഷ്യൻ കോടതി. യുക്രൈനിൽ യുദ്ധം ചെയ്യുന്ന റഷ്യൻ സൈനികർക്ക് കീഴടങ്ങാൻ നിർദ്ദേശം നൽകുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്തതിലാണ് നടപടി. യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. സിംഗപ്പൂരിൽ ഇന്ത്യൻ വംശജനായ പ്രതിപക്ഷ നേതാവിന് പിഴശിക്ഷ. 2021 വർക്കേഴ്സ് പാർട്ടി MP ആയിരുന്ന റയീസ ഖാനെ രക്ഷിക്കാൻ തെറ്റായ മൊഴി നൽകിയതിലാണ് നടപടി. 14,000 സിംഗപ്പൂർ ഡോളർ പിഴയാണ് വിധിച്ചത്. നോക്കാം ദേശീയ വാർത്തകൾ. ദ്വിദിന സന്ദർശനത്തിനായി എത്തിയ ഖത്തർ അമീറിന് വൻ സ്വീകരണമൊരുക്കി രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ 2 ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുമെന്ന സൂചനകൾക്ക് കരുത്തു പകർന്ന് പ്രമുഖ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല. ഇന്ത്യയിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ടെസ്ല ആരംഭിച്ചു. 13 തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടി ലിങ്ക്ഡ്ഇൻ പേജിൽ കമ്പനി പരസ്യമിറക്കി. മോദി ഇലോൺ മസ്ക് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ടെസ്ല നിയമന നടപടികളിലേക്ക് കടന്നത്. മുംബൈയിലും ഡൽഹിയിലുമാണ് ഒഴിവുകൾ. പ്രധാനമന്ത്രിയെ പരിഹസിച്ച് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച സംഭവത്തിൽ വികടൻ വാരികയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി BJP. ചെന്നൈ പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. സ്റ്റാൻഡപ്പ് കോമഡിയിലെ വിവാദ പരാമർശത്തിൽ രൺവീർ അലഹബാദിയയ്ക്ക് ആശ്വാസം. രൺവീറിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. പക്ഷേ യൂട്യൂബ് ഷോകൾ ചെയ്യുന്നതിൽ നിന്ന് സുപ്രീം കോടതി വിലക്കി. രൺവീറിന്റെ പരാമർശം പ്രഥമ ദൃഷ്ട്യാ അശ്ലീലമെന്ന് കോടതി. അതേസമയം ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ ഇൻഫ്ലുവൻസർ ഹാജരായില്ല. വധഭീഷണി നേരിടുന്ന സാഹചര്യത്തിലെന്ന് വിശദീകരണം. മാർച്ച് 6 ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ആന്ധ്രാപ്രദേശിലെ കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥി സമരം. മലയാളി വിദ്യാർത്ഥികളടക്കം 700ഓളം വിദ്യാർത്ഥികളാണ് പ്രതിഷേധിക്കുന്നത്. ലേഡീസ് ഹോസ്റ്റലിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ചാണ് സമരം. ഹോസ്റ്റലിനകത്തും പരിസരത്തും രാത്രിയടക്കം പുരുഷന്മാരെ കണ്ടതായി വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. ലേഡീസ് ഹോസ്റ്റലിന് കൃത്യം സുരക്ഷ ഉറപ്പ് നൽകാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സമൂഹമാധ്യമങ്ങളിൽ ചോദ്യപേപ്പർ ലഭിക്കുമെന്നത് തെറ്റായ പ്രചരണം. ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയുള്ള വിവരങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CBSE. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങിയ 3 നേപ്പാൾ സ്വദേശികൾ വാഹനാപകടത്തിൽ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. അസംഗഡ് വാരണാസ് ഹൈവേയിൽ മാജ്ഗാവിലായിരുന്നു അപകടം സംഭവിച്ചത്. കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്.
മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സർക്കാർ ജീവനക്കാർക്ക് റംസാൻ മാസം ജോലി സമയത്തിൽ ഇളവ് നൽകി തെലങ്കാന സംസ്ഥാന സർക്കാർ. മാർച്ച് 2 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലാണ് ഇളവ്. ജോലി സമയം വൈകിട്ട് 4 മണി വരെയാക്കിയാണ് ഇളവ് ചെയ്തത്. സർക്കാർ വകുപ്പിലെ ജീവനക്കാർ, അധ്യാപകർ, കരാറുകാർ, കോർപ്പറേഷൻ, പൊതുമേഖലാ ജീവനക്കാർ എന്നിവിടങ്ങളിലെ മുസ്ലിം വിഭാഗക്കാർക്കാണ് ഇളവ് പ്രഖ്യാപിച്ചത്. വിമാനത്തിലെ ശുചിമുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് യാത്ര ദുസ്സഹമായെന്ന പരാതിയിൽ നഷ്ടപരിഹാരം നൽകാൻ വിധി. വിസ്താര വിമാനത്തിൽ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് യാത്ര ചെയ്ത ചെന്നൈ സ്വദേശികളായ ബാലസുബ്രഹ്മണ്യം ലോപാമുദ്ര ദമ്പതികളുടെ പരാതിയിൽ ഉപഭോക്തൃ കമ്മീഷനാണ് വിധി പ്രസ്താവിച്ചത്. ദമ്പതികൾക്ക് 2.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വിധിയിൽ ഉപഭോക്തൃ കമ്മീഷൻ വ്യക്തമാക്കിയത്. നോക്കാം പ്രാദേശിക വാർത്തകൾ. പുലിപ്പേടിയിൽ പാലക്കാട് തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂർ മനക്കൽ പീടിക പ്രദേശത്ത് പുലിയെ കണ്ടെന്ന് പ്രദേശവാസികൾ. വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. ഇതോടെ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങി വനം വകുപ്പ്. അജ്ഞാത മൃഗത്തിന്റെ കാൽപ്പാടുകൾ കണ്ട ആര്യനാട് ചേരപ്പള്ളിയിൽ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. ഇവിടെ പുലി ഇറങ്ങിയതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. വനം വകുപ്പിന്റെ പരിശോധനയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. പാലക്കാട് തച്ചമ്പാറ മുതുകുർശിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 6 വയസ്സുകാരിക്ക് പരിക്ക്. മുതുകുർശി സ്വദേശികളായ സന്തോഷിന്റെയും ബിൻസിയുടെയും മകൾ പ്രാർത്ഥനയ്ക്കാണ് പരിക്കേറ്റത്. സഹോദരിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ട് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം. സംസ്ഥാനത്തെ ആദ്യ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് മലമ്പുഴ കവയിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. മലമ്പുഴ അണക്കെട്ടിന് സമീപമാണ് കവ ഇക്കോ ക്യാമ്പ് ആൻഡ് കാരവൻ പാർക്ക് എന്ന പേരിൽ ആധുനിക സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഡാമുകളിലൂടെയുള്ള സീ പ്ലെയിൻ സാധ്യതയിൽ ആദ്യ പരിഗണന മലമ്പുഴ ഡാമിനാണെന്നും മന്ത്രി പറഞ്ഞു. പൂവൻകോഴി കൂവുന്നത് ശല്യമാണെന്ന പരാതിയിൽ കോഴിക്കൂട് മാറ്റി സ്ഥാപിക്കാൻ RDO ഉത്തരവ്. അടൂർ, പള്ളിക്കൽ, ആലുമൂട്, പ്രണവത്തിൽ രാധാകൃഷ്ണ കുറുപ്പാണ് പരാതിക്കാരൻ. ഇദ്ദേഹത്തിന്റെ അയൽവാസി കൊച്ചുതറയിൽ അനിൽകുമാറിന്റെ വീടിന് മുകൾ നിലയിലെ കോഴിക്കൂട് മാറ്റണമെന്നാണ് അടൂർ RDO B രാധാകൃഷ്ണൻ ഉത്തരവിട്ടത്. പുലർച്ചെ 3 മുതൽ പൂവൻകോഴി കൂവുന്നതിനാൽ സ്വൈര്യ ജീവിതത്തിന് തടസ്സമുണ്ടെന്ന് കാണിച്ച് രാധാകൃഷ്ണക്കുറുപ്പ് പരാതി നൽകുകയായിരുന്നു. ഇരു കൂട്ടരുടെയും വാദം കേട്ട RDO സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. മറയൂരും കാന്തല്ലൂരിലും ഇത് വിളവെടുപ്പ് കാലം. വിളഞ്ഞു തുടർത്ത് ആപ്പിൾ പാടങ്ങളും സ്ട്രോബെറി പാടങ്ങളും കാണാൻ സഞ്ചാരികളുടെ തിരക്കാണ്. ടൂറിസം സീസൺ കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ മറയൂർ, കാന്തല്ലൂർ മേഖലകളിലെ കർഷകർ കൃഷി ഇറക്കുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് വിളവിറക്കിയ സ്ട്രോബെറി പാടങ്ങൾ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. സഞ്ചാരികൾക്ക് കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം സ്ട്രോബെറി വാങ്ങുകയും ചെയ്യാം. കിലോഗ്രാമിന് 600 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. നോക്കാം ബിസിനസ് വാർത്തകൾ. വ്യോമയാന മേഖലയിൽ മത്സരം കടുപ്പിച്ച് എയർ അറേബ്യയുടെ വമ്പൻ ഓഫർ സെയിൽ തുടങ്ങി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് UAE-യിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ 5 ലക്ഷം സീറ്റുകളാണ് സൂപ്പർ സീറ്റ് സെയിൽ ഉള്ളത്. ഷാർജ ആസ്ഥാനമായ എയർ അറേബ്യ ഈ സാമ്പത്തിക വർഷത്തെ വിൽപ്പന വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓഫർ ആരംഭിച്ചിരിക്കുന്നത്. മാർച്ച് 2 വരെയാണ് ഓഫർ ടിക്കറ്റിംഗുകളുടെ ബുക്കിംഗ്. സെപ്റ്റംബർ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 28 വരെ ഈ ടിക്കറ്റിൽ യാത്ര ചെയ്യാം. UAE വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ 100 വിമാനത്താവളങ്ങളിലേക്കാണ് ഓഫർ ബാധകമാകുന്നത്. പ്രശസ്ത ഇറ്റാലിയൻ ബൈക്ക് നിർമ്മാതാക്കളായ അപ്രീലിയ ഉടൻ തന്നെ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ പുതിയ ട്യൂണോ 457 ബൈക്ക് പുറത്തിറക്കും. അപ്രീലിയ RS 457നെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ട്യൂണോ 457. ഇതിന്റെ ഷോറൂം വില 3.99 ലക്ഷം രൂപ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനാണ് ഈ ബൈക്കിന്റെ ഹൈലൈറ്റ്. നമസ്കാരം.